റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി ഒരു ചെറിയ പ്രസംഗം എഴുതി തരാമോ? അതിനെന്താ, വാ. ഇതുപോലെ മിടുക്കിയായിട്ട് വേണം നാളെ പ്രസംഗിക്കാൻ, കേട്ടല്ലോ? താങ്ക് യു അച്ഛാ. എന്താണ് അച്ഛനും മോളും തമ്മിൽ ഒരു കളിതമാശ? നാളെ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി അച്ഛൻ ഒരു ചെറിയ പ്രസംഗം എഴുതി പഠിപ്പിച്ചു തന്നു. എവിടെ, കേൾക്കട്ടെ? അമ്മൂമ്മയ്ക്ക് കൂടി കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം പോയി കിടന്നുറങ്ങിട്ടോ. നേരം ഒരുപാടായി. അച്ഛന് നാളെ നേരത്തെ പോകാനുള്ളതല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. മുത്തശ്ശി, നാളെ റിപ്പബ്ലിക് ഡേ അല്ലേ? അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, പണ്ട് ഒരു കാട്ടിൽ ഒരു ആമ ജീവിച്ചിരുന്നു. കാട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു ആ ആമ. ഇന്നെങ്കിലും ഈ കാട് വൃത്തിയാക്കി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചു പോയി. ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കാട് നന്നാവുമെന്ന് തോന്നുന്നില്ല. ആമച്ചാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി റിപ്പബ്ലിക് ഡേ. നീ ഇപ്പോൾ എന്താ ചെയ്തത്? എന്തേ? അയ്യോ, ചേട്ടന് ജ്യൂസ് വേണമായിരുന്നു. ഓ അതല്ല, നീ ഈ ജ്യൂസ് ഗ്ലാസ് എന്താ ചെയ്തതെന്ന്. അത് പിന്നെ ഒരു ഫ്ലോയിൽ പറ്റിപ്പോയി. സോറി, ഇപ്പൊ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലിടാം. ഗുഡ് ബോയ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കേ? പെട്ടെന്ന് എന്തോ കനമുള്ളത് ആമച്ചാരുടെ അടുത്ത് വന്ന് വീണു. ആമച്ചാരാകട്ടെ പേടിച്ച് തന്റെ തോടിനുള്ളിലേക്ക് കയറി ഒളിച്ചു. എന്താണ് വീണതെന്നറിയാൻ ആമ തോടിനുള്ളിൽ നിന്നും എത്തി നോക്കുമ്പോഴതാ ഒരു കുരങ്ങൻ മരത്തിലൂടെ ചാടി മറിയുന്നതിനിടെ ബാലൻസ് പോയിട്ട് വീണതാണ്. ആ കുരങ്ങച്ചാൻ എണീച്ചിരുന്ന് ദേഹത്തെ മണ്ണും പൊടിയും തുടച്ചു കളയുകയായിരുന്നു. ആമച്ചാർക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ കുരങ്ങനോട് പാവം തോന്നി. എന്തെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ലല്ല, കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇടക്ക് വള്ളിയിൽ തൂങ്ങിപ്പോകുമ്പോ സ്ലിപ്പായി വീഴാറുള്ളതാ, ശീലമായി പോയി. എനിക്കൊരു കളിക്കൂട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനും കൂട്ടുകാരില്ലാത്തതിന്റെ മടുപ്പ് മാറ്റാനാ ഞാനിങ്ങനെ വള്ളികളിൽ പിടിച്ച് ഊഞ്ഞാലാടുന്നതും ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നതും. എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ല. നിന്നെ പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പുറത്ത് തോടുമില്ലല്ലോ. ഇന്നല്ലേ കാട്ടിലെ റിപ്പബ്ലിക്. രാജാവിന്റെ വക പതാക ഉയർത്തലും പായസ വിതരണവും ഒക്കെ ഉണ്ടാവല്ലോ. ഓ, അത് ഞാനങ്ങ് മറന്നു. വാ, നമുക്ക് ഒരുമിച്ച് പോകാം. മൃഗങ്ങളും പക്ഷികളും കൃത്യസമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ 75ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26-നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത്. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഈ ദിനത്തിലാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കാം. ഇത്തവണ ഞാനല്ല പതാക ഉയർത്തുക. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതിനായി ഈ കാട്ടിൽ എന്നേക്കാൾ അർഹനായ ഒരാളുണ്ട്. ഈ കാട് വൃത്തിയായി സൂക്ഷിക്കാൻ മുൻകൈ എടുക്കുന്ന ആമച്ചാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് കേട്ട ആമച്ചാർ നിറ കണ്ണുകളോടെ കൈകൂപ്പി നിന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആമച്ചാർ പതാക ഉയർത്തിയപ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്തു നിന്നു. നിങ്ങളോടായി 2 വാക്ക് പറയുന്നതിനായി ആമച്ചാരെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിൽ നിന്നും ശുചിത്വം വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ വീട്ടിലോ ജോലി സ്ഥലത്തോ പരിസര പ്രദേശങ്ങളിലോ അഴുക്ക്, പൊടി, കറ, ദുർഗന്ധം എന്നിവയുടെ പൂർണ്ണമായ അഭാവമാണ് ശുചിത്വത്തിനുള്ള മാർഗം. ജീവിതത്തിലുടനീളം നാം അതിനെ പരിപാലിക്കണം.
ആരോഗ്യം, സൗന്ദര്യം, ദുർഗന്ധം അകറ്റുക, അഴുക്ക്, മാലിന്യങ്ങൾ പടരുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ പല്ലുകൾ, വസ്ത്രങ്ങൾ, ശരീരം, മുടി എന്നിവ ദിവസവും വൃത്തിയാക്കുന്നത് പുതുമ ലഭിക്കുന്നതിനും വൃത്തി കൈവരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇന്നു മുതൽ, കുട്ടിക്കാലം മുതലേ എല്ലാ വീടുകളിലും ഇന്നു മുതൽ ശുചിത്വത്തിന് മുൻഗണന നൽകണം. അതിലൂടെ ഒരു ചെറിയ ഒരാൾക്ക് അത് ശീലമായി പരിപാലിക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രയോജനം നേടാനും കഴിയും. ശുചിത്വം ഒരു നല്ല ശീലം പോലെയാണ്. അത് ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, അത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അങ്ങനെ മുഴുവൻ ഗ്രഹത്തിനും ഗുണം ചെയ്യും. ഏത് പ്രായത്തിലും ഇത് വികസിപ്പിച്ചെടുക്കാം. എന്നിരുന്നാലും കുട്ടിക്കാലം മുതൽ ഇത് പരിശീലിക്കുന്നതാണ് നല്ലത്. ഈ ശീലം പരിശീലിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു. കാരണം ഈ രാജ്യത്തിന് ഒരു നല്ല പൗരനെ നൽകാൻ നിങ്ങൾക്ക് കഴിയും. ഹാപ്പി റിപ്പബ്ലിക് ഡേ. വൃത്തിയുള്ള അന്തരീക്ഷം ഒരു പൗരന്റെ കടമ മാത്രമല്ല, ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. ഇതെന്താണ് ടോമി, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുറെ കാലമായി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏതു നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ, എല്ലാവരും ഇന്ന് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്, വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? ഉവ്വ്, നിനക്ക് തികച്ചറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ. ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ. ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്ക് എല്ലാം വേണം. എല്ലാം ഓരോ സ്ക്യൂബ് വീതം പോന്നോട്ടെ. അയ്യോ, എന്റെ ഐസ്ക്രീം താഴെ പോയല്ലോ. നീ എന്തിനാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്. അത് ഏത് ഫ്ലേവർ ആയാലും സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ, ഒരു സ്ക്യൂബ് മാത്രം മതി. മുത്തശ്ശി, എല്ലാ വർഷവും വിഷു ആവുമ്പോഴേക്കും എങ്ങനെയാ ഈ കൊന്നകൾ പൂക്കുന്നത്?
വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ്. മുത്തശ്ശി കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം. അമ്പലത്തിൽ തൊഴാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു. ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതെ, വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണ വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം. എന്താ, എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം. അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം. അത് ഞങ്ങൾ നോക്കാം. അങ്ങനെ കാട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു. സിംഹം ഓരോരുത്തർക്കും ഓരോ പണികൾ വീതിച്ചു നൽകി. അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി. അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ കുട്ടിക്കുരങ്ങനും വന്നിരുന്നു. അമ്മയും അച്ഛനും അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും. പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ഭഗവാനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. ആഭരണം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ആ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണങ്ങൾ മുഴുവൻ സ്വന്തം അണിഞ്ഞു നിൽക്കുന്നതായി മനസ്സിൽ കണ്ടു തുടങ്ങി. ആ മതി, നട അടച്ചു. മോനെ വാ, നേരം വൈകി, പോകാം നമുക്ക്. അമ്മേ, ഭഗവാൻ എനിക്ക് ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം ഇടാൻ തന്നു. ഭഗവാന്റെ ആഭരണങ്ങളോ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നെ വലിയ ഇഷ്ടാ. ഈ ഇടയായിട്ട് ഇവന് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്പലത്തിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം. ദേവദോഷം പറയരുത് പൂജാരി, അവൻ കുട്ടിയല്ലേ. കുട്ടിയാണെങ്കിലും കുരങ്ങനല്ലേ വർഗം. പൂജാരിയുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഉറങ്ങി. എന്നാൽ കുട്ടിക്കുരങ്ങൻ മാത്രം ഉറങ്ങിയില്ല. ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം. ആ തങ്കക്കുടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി. ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിറ്റേന്നും പതിവ് പോലെ അമ്മക്കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു. കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പായി. അങ്ങനെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയായ ആന നട അടയ്ക്കാൻ വന്നു. പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത്. നമ്മുടെ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു. വിഗ്രഹത്തിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ പോയ തക്കം നോക്കി ആഭരണമെല്ലാം എടുത്തു ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നോ? എഴുന്നേൽക്കട അവിടുന്ന്.
അയാൾ ഒച്ച വെക്കുന്നത് കേട്ട് ആളുകൾ ഒത്തുകൂടി. കൂട്ടത്തിൽ അവന്റെ അമ്മയും. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ ആ അമ്മ മകനെ തട്ടിയുണർത്തി. കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി. പെട്ടെന്നാണ് അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത്. ഹായ്, എന്തൊരു ഭംഗി! ഭഗവാനെ പോലെ ആഭരണമെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉലകം കൊള്ളിച്ചു. തനിക്ക് ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല. എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന അവനെ ശാസിച്ചുകൊണ്ട് അമ്മയും പൂജാരിയും ആളുകളും എല്ലാം ചേർന്ന് അവന്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി. കുട്ടിക്കുരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി. കുട്ടിക്കുരങ്ങൻ മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി ഓട്ടം തുടങ്ങി. ഓടിത്തളർന്ന കുട്ടി ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി ഊരി എറിഞ്ഞു. അത് ചെന്ന് വീണ മരത്തിൽ സ്വർണ്ണവർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്നപ്പൂക്കളായതെന്നുമാണ് കഥ. എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂക്കും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ. ഒരിക്കൽ നമ്മുടെ കൃഷ്ണപുരം രാജാവിന് അയൽ രാജ്യത്തെ ചോട്ടരാജൻ ഒരു ദൂതൻ വർഷം ഒരു പശുവിനെ കൊടുത്തുവിട്ടു. ഒപ്പം ഒരു കത്തുമുണ്ടായിരുന്നു. മഹാരാജൻ, ഞാൻ അങ്ങേക്ക് ഒരു പശുവിനെ കൊടുത്തയക്കുന്നു. അതിനെ കൃത്യമായി ഭക്ഷണവും വെള്ളവും കൊടുത്ത് നല്ല പോലെ പരിപാലിക്കുക. 3 മാസത്തിന് ശേഷം പശുവിനെ എനിക്ക് തിരിച്ചയക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, 3 മാസം കഴിയുമ്പോഴും പശുവിന്റെ ഭാരം ഇപ്പോഴുള്ളതുപോലെ തന്നെ ആയിരിക്കണം. ഭാരമൊട്ടും കൂടുകയോ കുറയുകയോ അരുത്. കത്ത് വായിച്ച രാജാവ് ആശയക്കുഴപ്പത്തിലായി. ഇത് തന്നെ പരീക്ഷിക്കാനുള്ള ചോട്ടാരാജന്റെ പണിയാണ്. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. പ്രഭു, മന്ത്രി സ്ഥലത്തില്ല. ഇന്ന് വരുമെന്നാണ് അറിയിച്ചത്. ഓ, ഞാനത് മറന്നു. എങ്കിൽ ഖജാഞ്ചിയോട് വരാൻ പറയൂ. രാജാവ് ഖജാഞ്ചിയോട് പ്രശ്നം ഉന്നയിച്ചു. പലരും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും തന്നെ പ്രായോഗികമായി രാജാവിന് തോന്നിയില്ല. അങ്ങനെ രാജാവ് ധർമ്മസങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് മന്ത്രി സഭയിലേക്ക് എത്തിയത്. മന്ത്രിയെ കണ്ടതും രാജാവിന് സമാധാനമായി. ഏത് കുഴപ്പിക്കുന്ന പ്രശ്നത്തിനും മന്ത്രി സമാധാനം കണ്ടെത്തുമെന്ന് രാജാവിന് അറിയാം. അദ്ദേഹം മന്ത്രിയുടെ മുൻപിൽ പ്രശ്നം അവതരിപ്പിച്ചു. ഒന്ന് ചിന്തിച്ച ശേഷം മന്ത്രി പറഞ്ഞു, പ്രഭു, ഈ പ്രശ്നത്തിന് ഒരു പോംവഴിയേ ഉള്ളൂ. പശുവിനെ കെട്ടുന്ന തൊഴുത്തിനടുത്ത് തന്നെ കണ്ടാൽ ശൗര്യം തോന്നിക്കുന്ന 2 വലിയ നായ്ക്കളെ കയ്യെത്താ ദൂരത്തിൽ കെട്ടിയിടുക. എന്നിട്ട് അങ്ങ് അതിന് വേണ്ട പോലെ തീറ്റ കൊടുത്ത് പരിപാലിച്ചോളൂ. പശുവിന്റെ ഭാരം കൂടാതെയും കുറയാതെയും നിലനിർത്താൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും മന്ത്രി? ശൗര്യം തോന്നിക്കുന്ന 2 വലിയ നായ്ക്കൾക്കിടയിൽ നിൽക്കുന്ന പശുവിന് ഒരിക്കലും മനസമാധാനം ഉണ്ടാകാനിടയില്ല. കാരണം നായ്ക്കൾ എപ്പോഴും അതിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മരണഭയത്തിൽ കഴിയുന്ന പശു എത്ര തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും അത് തടിച്ചു കൊഴുക്കുകയുമില്ല. മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് രാജാവിന് മനസ്സിലായി. മന്ത്രി നിർദ്ദേശിച്ചതുപോലെ തന്നെ രാജാവ് പ്രവർത്തിച്ചു. ചോട്ടാരാജിന്റെ പരീക്ഷണത്തിൽ രാജ്യം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ രാജാവ് കൊട്ടാരം ജോത്സ്യനോട് തന്നെ വന്ന് കാണാൻ കൽപ്പിച്ചു. പ്രഭു, അങ്ങയെ കാണാൻ കൊട്ടാരം ജോത്സ്യൻ വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. ജോത്സ്യ, തന്റെ ജാതകം വായിച്ച് ഭാവി ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. രാജാവിന്റെ ജാതകം വായിച്ച ജോത്സ്യൻ സത്യസന്ധമായി അതിൽ കണ്ട വിവരം അദ്ദേഹത്തെ അറിയിച്ചു. പ്രഭു, അങ്ങയുടെ മരണം അടുത്തിരിക്കുന്നതായാണ് ജാതകവശാൽ കാണുന്നത്. ഇത് കേട്ട രാജാവിന് അതിയായ ദേഷ്യം വന്നു. എന്ത്? എന്റെ മരണമല്ല അടുത്തിരിക്കുന്നത്, നിന്റെയാണ്. ആരെവിടെ? ഇയാളെ അടുത്ത ദിവസം തന്നെ തൂക്കിലേറ്റു.
ബുദ്ധിമാനും ധൈര്യശാലിയുമായ ആ ജ്യോത്സ്യൻ രാജകൽപ്പന കേട്ട് ഭയമൊന്നും കൂടാതെ പറഞ്ഞു, മഹാരാജൻ, ഒരു പക്ഷേ വിധി അങ്ങനെയായിരിക്കാം. എന്റെ ജാതകത്തിൽ പറയുന്നത് എന്റെ മരണം കഴിഞ്ഞ് 3-ാം നാൾ അങ്ങയുടെ മരണം സംഭവിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ എന്റെ വിധി ഒഴിവാക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ജ്യോത്സ്യൻ പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. ജ്യോത്സ്യൻ മരിച്ചാൽ 3-ാം നാൾ താൻ മരിക്കുമെങ്കിൽ ജ്യോത്സ്യന്റെ വധശിക്ഷ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉടൻ തന്നെ അദ്ദേഹം രാജശിക്ഷ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. മാത്രമല്ല ജ്യോത്സ്യന് നല്ല ദക്ഷിണയും കൊടുത്തു. ജ്യോത്സ്യൻ സന്തോഷപൂർവ്വം തന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ അവസരത്തിനനുസരിച്ച് തന്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ചത് കൊണ്ട് ജ്യോത്സ്യൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വീട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. മുത്തശ്ശി വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഓക്കെ, എന്നാൽ വാ. മുത്തശ്ശി വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇല്ലില്ല, നിങ്ങൾ കളിക്കും. മുത്തശ്ശി ഇതേ ഇവിടെ ഇരിക്കാം. സൂക്ഷിച്ചു കളിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി കഴിച്ചു ക്ഷീണിച്ചു അല്ലേടാ? അതെ അതെ, എന്നാലും നല്ല രസമുണ്ട് അല്ലേ നമ്മുടെ പുതിയ വീട്? കളിക്കാൻ സ്ഥലം തൊട്ടടുത്തായി പുഴ, പിന്നെ അന്നും ഇന്നും എന്നും കഥ പറഞ്ഞു തരാൻ കൂട്ടിന് മുത്തശ്ശിയും. മുത്തശ്ശി, എന്നാലൊരു കഥ പോരട്ടെ, കേൾക്കാൻ കൊതിയായി. ശരി ശരി, മുത്തശ്ശി ഇന്ന് ഒരു അണ്ണാരക്കണ്ണന്റെ കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ പാവം അണ്ണൻ താമസിച്ചിരുന്നു. അമ്മേ, രാവിലെ തന്നെ വിശന്നിട്ട് വയ്യല്ലോ. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ അണ്ണാരക്കണ്ണൻ ഭക്ഷണം തേടി യാത്ര പുറപ്പെട്ടു. എന്തെങ്കിലും തിന്നാൻ തരപ്പെടുമോ എന്നറിയാൻ അവൻ എല്ലായിടത്തും പരതി നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് കാടിന് നടുവിലുള്ള ഒരു വലിയ മാവിന് മുന്നിലെത്തി. അതാ മരക്കൊമ്പിൽ ഒരു നല്ല പഴുത്ത മാമ്പഴം കിടന്നാടുന്നു. നല്ല സ്വാദ്. അവിടെ ഇരുന്ന് തിന്നുന്നത് അപകടമാണ്. ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഇവിടെ നിന്നും തടി തപ്പാം. സ്വൈര്യമായി ഇതൊന്ന് കഴിക്കാൻ പറ്റിയിടം കണ്ടെത്തണം. ഇതും ചിന്തിച്ച് കൊതിയോടെ ഓടുമ്പോൾ മുന്നിലുള്ള വലിയ കുഴി അവൻ കണ്ടില്ല. അവൻ സർവശക്തിയും എടുത്ത് ചാടി നോക്കി. ഒരു രക്ഷയുമില്ല. ഇത്ര വലിയ കുഴിയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാൻ? രക്ഷിക്കണേ! അപ്പോഴാണ് അതുവഴി ഒരു കുരങ്ങൻ വന്നത്. ആരാണ് ഈ കുഴിയില്? ഞാൻ അണ്ണാറക്കണ്ണനാണ്. പുറത്ത് ആരാണ്? കുരങ്ങേട്ടനാണോ? അതെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഈ കുഴിയിൽ നിന്നും പുറത്തു കടക്കാൻ ഇത് തന്നെ വഴി. അത് പിന്നെ കുരങ്ങേട്ടാ, എനിക്ക് ദൈവത്തിന്റെ ഒരു മെയിൽ കിട്ടി. അതിൽ ആകാശം ഇടിഞ്ഞു വീടാൻ പോകുകയാണ്. ജീവൻ വേണ്ടവർ വല്ല കുഴിയിലും ചാടി ഒളിഞ്ഞിരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ ഇത്? പിന്നില്ലാതെ. അല്ലെങ്കിൽ ഞാൻ ഈ കുഴിയിൽ വന്നിരിക്കുമോ? എനിക്കെന്താ വട്ടോ? അല്ല, അതും ശരിയാണ്. എന്നാ ഞാനും കൂടി വരട്ടെ? അത്
ശരിയാകില്ല. നീ തീരെ ശ്രദ്ധയില്ലാത്തവനാണ്. നീ എങ്ങാനും ശബ്ദമുണ്ടാക്കിയാൽ പിന്നെ എല്ലാവരും ഈ സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ ആകെ തിരക്കാകും. ഞാൻ എന്ത് ശബ്ദമുണ്ടാക്കാൻ? ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഞാനൊരു മൂലക്കിരുന്നോളാം. ശബ്ദമുണ്ടാക്കിയാൽ പുറത്തു പോകേണ്ടി വരും. അത് ഞാനായാലും നീ ആയാലും. കുരങ്ങൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, വേഗം തന്നെ ആ കുഴിയിലേക്ക് ചാടി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ഒരു ആന അതിലേ വന്നു. അവനും കാര്യം അന്വേഷിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കേട്ട ആനയും കുറച്ചു സ്ഥലം കൊടുക്കാൻ അപേക്ഷിച്ചു. ഒരു കാരണവശാലും തുമ്മുകയില്ലെന്ന് ഉറപ്പ് വാങ്ങിച്ച് ആനയെയും അണ്ണൻ കുഴിയിലേക്ക് ഇറങ്ങാൻ സമ്മതിച്ചു. അധികം താമസിയാതെ ഒരു കുറുക്കനും കൂടി അവരോടൊപ്പം ചേർന്നു. എല്ലാവരും ഭയത്തോടെ അവിടെ കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് അണ്ണാരക്കണ്ണൻ കുറുക്കനെ നോക്കി പറഞ്ഞു, ഏയ്, നീ തുമ്മാൻ പോകുകയാണല്ലേ? ഇല്ലില്ല, ഞാൻ തുമ്മുകയില്ല. തുമ്മിയാൽ പിന്നെ നീ പുറത്താണ്. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിപ്പാണ്. പെട്ടെന്ന് അണ്ണാൻ തന്റെ മൂക്കിന്റെ തുമ്പത്ത് കൈവച്ചു. കുറുക്കൻ അത് കണ്ടു. അപ്പോൾ അണ്ണാൻ പറഞ്ഞു, ഏയ്, ഞാൻ തുമ്മുകയില്ല. ഞാൻ വെറുതെ കൈവച്ചതാണെടോ. എന്നാൽ അണ്ണാൻ പിന്നീട് ഞെരിപിരി കൊള്ളാൻ തുടങ്ങി. അവൻ തുമ്മാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. അവർ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുക്കം അണ്ണാന് തുമ്മലടക്കാനായില്ല. അതോടെ മറ്റുള്ളവർ ചേർന്ന് അണ്ണാനെ പൊക്കി കുഴിക്ക് വെളിയിലേക്കിട്ടു. താങ്ക് യു ഗൈസ്. പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ടാറ്റാ. ഇതും പറഞ്ഞു രക്ഷപ്പെട്ട സന്തോഷത്തിൽ അണ്ണാൻ തന്റെ മാളം ലക്ഷ്യമാക്കി യാത്രയായി. ഓർക്കാപ്പുറത്ത് അപകടം നേരിടേണ്ടി വരുമ്പോൾ തളരാതെ അതിനെ ബുദ്ധിപൂർവ്വം നേരിടുകയാണ് വേണ്ടത്.